തമിഴ്നാട്ടിലെ ചോള രാജവംശത്തിന്റെ ഭരണകാലത്ത് ജ്യോതിഷം, വൈദ്യം, മന്ത്രതന്ത്രങ്ങൾ എന്നിവയിൽ പ്രാവീണ്യമുള്ള ഒരു ഉപദേഷ്ടാവ് രാജാവിനുണ്ടായിരുന്നു. അദ്ദേഹം രാജാവിന്റെ വിശ്വസ്തനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അപകടകരമായ ഒരു ആശയം തോന്നി. മരണം തടയാൻ കഴിയുമോ? സാക്ഷാൽ യമന്റെ മന്ത്രങ്ങൾ നിയന്ത്രിച്ച് ആളുകളെ മരണമില്ലാത്തവരാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ ശല്യപ്പെടുത്തുന്നത് അപകടകരമാണെന്ന് രാജാവ് അടക്കം ഉപദേശിച്ചിട്ടും അയാൾ അടങ്ങിയില്ല. ഒരു രാത്രി കൊട്ടാരത്തിലെ ആരാധനാലയത്തിൽ വെച്ച് അദ്ദേഹം തനിച്ച് ചില കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. മണിക്കൂറുകളോളം അയാൾ ജപിച്ചു. യമനോട് പ്രത്യക്ഷപ്പെടാനും തന്റെ ശക്തിയുടെ മുന്നിൽ കീഴടങ്ങാനും അയാൾ ആഹ്വാനം ചെയ്തു. പിറ്റേന്ന് രാവിലെ ആ മുറിയിൽ നിറയെ ചാരത്തിന് നടുവിൽ അദ്ദേഹത്തിന്റെ ശരീരം മുട്ടുകുത്തി നിൽക്കുന്നതാണ് കാവൽക്കാർ കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നു, വായ മരവിച്ചു പോയിരുന്നു. ഇന്നും പഴയ ചോളക്ഷേത്രത്തിന്റെ അവശിഷ്ടമുള്ളിടത്ത് കാറ്റുള്ള രാത്രിയിൽ ചില മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാമത്രേ. മരണത്തിന്റെ ദേവനെ ബന്ധിക്കാൻ ശ്രമിച്ച മഹാമാന്ത്രികൻ മരണത്തിന്റെ തടവുകാരനായി.